നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഭാര്യയ്ക്ക് പകരം ജോലിക്കെത്തിയത് ഭർത്താവ്. ഡോക്ടർ സഹീദയ്ക്കെതിരെ പരാതി. രാത്രികാലത്ത് സേവനം ചെയ്യുന്നത് ഡോക്ടർ സഫീൽ എന്ന യൂത്ത് ലീഗ്. കാസർകോട് തൃക്കരിപ്പൂരിൽ എംഎൽഎയും വാർഡ് മെമ്പറും തമ്മിൽ പ്രസ്താവന പോര. തർക്കം വയലോടിയിലെ റോഡിനെ ചൊല്ലി. 1000 കോടി വികസന പദ്ധതിയിൽ റോഡ് ടാറിംഗ് ഉൾപ്പെടുത്തിയില്ലെന്നതിൽ തർക്കം. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് നാളെ തുടക്കം. ക്യാമ്പിലെത്തുന്നത് 10,000-ഓളം പേർ. അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും പരിചയപ്പെടുത്തും. അങ്ങാടിപ്പുറത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു. ചത്തത് വലമ്പൂരിൽ മേയാൻ വിട്ട ആടുകൾ. ആക്രമിച്ചത് പുലിയല്ലെന്ന് നിഗമനം. പഞ്ചാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് പട്ടാമ്പിയിലെ വനിതകൾ. കൊട്ടിക്കയറിയത് മുതുമല പഞ്ചായത്ത് വനിതാ ടീം അംഗങ്ങൾ. ആവേശകരമായി ശ്രീലയം ടീമിന്റെ അരങ്ങേറ്റം. വിശദമായി നോക്കാം. കാസർകോട് തൃക്കരിപ്പൂർ വയലോടിയിലെ റോഡിനെ ചൊല്ലി എംഎൽഎയും വാർഡ് മെമ്പറും തമ്മിൽ പ്രസ്താവന പോര. തൃക്കരിപ്പൂർ എംഎൽഎ എം രാജഗോപാലിനും വാർഡ് മെമ്പർ സത്താർ വടക്കുംപാടുമായാണ് തർക്കമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ 1000 കോടി വികസന പദ്ധതിയിൽ തൃക്കരിപ്പൂർ വയലോടിയിൽ റോഡ് ടാറിംഗ് ഉൾപ്പെടുത്തിയില്ല എന്നതാണ് തർക്കത്തിന് കാരണം. റോഡിന് 20 ലക്ഷം ഫണ്ട് അനുവദിച്ചെന്നും ഇത് എംഎൽഎ ഇടപെട്ട് പിൻവലിച്ചു എന്നുമാണ് വാർഡ് മെമ്പർ സത്താറിന്റെ ആരോപണം. എംഎൽഎയുടെ നടപടി വഞ്ചനാപരം എന്നായിരുന്നു ആക്ഷേപം. റോഡുകൾക്ക് പണം അനുവദിച്ചതിൽ രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ടെന്ന ആരോപണം തള്ളി എംഎൽഎ എം രാജഗോപാലും രംഗത്തു വന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മാനദണ്ഡപ്രകാരമുള്ള റോഡുകൾ ഇല്ലാത്തതിനാൽ ഒരു റോഡ് പോലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയില്ലെന്നും എംഎൽഎ ചൂണ്ടിക്കാട്ടി. എംഎൽഎയുടെ ഇഷ്ടപ്രകാരമല്ല, മാനദണ്ഡപ്രകാരമാണ് പണം വകയിരുത്തുന്നതെന്നും രാജഗോപാൽ FB കുറിപ്പിൽ പറയുന്നു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. മലപ്പുറം അങ്ങാടിപ്പുറം വലമ്പൂരിൽ അജ്ഞാത ജീവിയുടെ കടിയേറ്റ് 6 ആടുകൾ ചത്തു. വടശ്ശേരി ടോണി തോമസിന്റെ പറമ്പിൽ മേയാൻ വിട്ടിരുന്ന വളർത്താടുകളെയാണ് കടിയേറ്റ് ചത്ത നിലയിൽ കാണപ്പെട്ടത്. പതിവ് പോലെ ഇന്നലെയും മേയാനായി വിട്ടിരുന്ന 7 ആടുകളിൽ ഒരെണ്ണം മാത്രമേ വീട്ടിൽ തിരിച്ചു വന്നിരുന്നുള്ളൂ. ബാക്കിയുള്ളവ പറമ്പിൽ എത്തിയപ്പോഴാണ് കഴുത്തിൽ കടിയേറ്റ ചത്ത നിലയിൽ ആടുകളെ കണ്ടത്. ഉടനെ വെറ്റിനറി ഡോക്ടറെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. പുലിയുടെ കടിയേറ്റല്ല എന്ന് ഈ 6 ആടുകളും ചത്തതെന്ന നിഗമനത്തിലാണ് ഡോക്ടർ ഉള്ളത്. ഈ വർഷത്തെ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് നാളെ തുടക്കമാകും. ഇത്തവണ 10,000-ഓളം പേർ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൽ പരിശീലനം നേടാനെത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. പതിവിന് വിപരീതമായി ഹജ്ജിന് പോകുന്നവരുടെ വിലാസങ്ങൾ നൽകുവാൻ ഹജ്ജ് കമ്മിറ്റി തയ്യാറായില്ല എന്നും സംഘാടകർക്ക് പരാതിയുണ്ട്. തുടർച്ചയായ 25-ാം വർഷമാണ് പൂക്കോട്ടൂർ PKMICയിൽ ഹജ്ജ് ക്യാമ്പ് നടക്കുന്നത്. ഹജ്ജിന് പോകുന്നവർ അവിടെ എത്തിയാൽ അനുഷ്ഠിക്കേണ്ട ചടങ്ങുകളും മറ്റും വിശദമായി ക്യാമ്പിൽ പരിശീലിപ്പിക്കും. അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടികൾ. ഇക്കുറി ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും ദുരനുഭവങ്ങളുണ്ടായെന്നും സംഘാടകർ പറയുന്നു. സാധാരണ ഹജ്ജിന് പോകുന്നവരുടെ വിലാസങ്ങൾ ലഭിക്കാറുള്ളതാണ്. ഇത്തവണ ഹജ്ജ് ക്യാമ്പിന്റെ സംഘാടക സമിതി കൺവീനർ കൂടിയായ MLA TV ഇബ്രാഹിം ചോദിച്ചിട്ട് പോലും അവർ അത് നൽകാൻ തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. എല്ലാ വർഷവും ഞങ്ങൾ ഹാജിമാർക്ക് അവരുടെ സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് അഡ്രസ്സ് എടുത്തുകൊണ്ട് കത്തയക്കാറുണ്ട്. ഇത്തവണ ഞങ്ങൾക്കൊരു പ്രതിസന്ധി വന്നത് കേരള ഹജ്ജ് കമ്മിറ്റി ഒരു പ്രത്യേക തീരുമാനമെടുത്തു. അത് എന്തുകൊണ്ട് എടുത്തു എന്നറിയില്ല, അത് അവരുടെ തീരുമാനമാണ്, അതിന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഹാജിമാർക്ക് അത് പ്രയാസകരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 24 വർഷവും ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാരുടെ ലിസ്റ്റ് വാങ്ങി അവർക്ക് കത്തയക്കുമായിരുന്നു. ഇത്തവണ എന്തോ പ്രത്യേക സാഹചര്യത്തിൽ ഈ അഡ്രസ്സ് ആർക്കും കൊടുക്കേണ്ട എന്ന് ഹജ്ജ് കമ്മിറ്റി തീരുമാനിച്ചതായി അറിഞ്ഞു. MLA ഓഫീസിൽ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന് കിട്ടിയ മറുപടി അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെ കാര്യത്തിൽ തുടർ നടപടിക്കോ പരാതിക്കോ പോയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റു രീതിയിലൊക്കെ പ്രചരിപ്പിക്കാൻ കഴിയും. ഹാജിമാർ വിവരം അറിഞ്ഞാൽ, നിങ്ങളെപ്പോലത്തെ മാധ്യമ പ്രവർത്തകർ ഇതിന്റെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ പരിചരണത്തിന് വേണ്ടി ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി ഈ ക്ലാസ് കേൾക്കുന്നതിന് വരാറുണ്ട്. ആ വന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും തുടർന്നുള്ള വർഷങ്ങളിലും വരാൻ വേണ്ടി അവർക്ക് പ്രേരകമാകുന്ന വിധത്തിലുള്ള ഒരു ഹജ്ജ് ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ അത് അറിയാവുന്നതാണ്. ഏകദേശം നൂറ്റാണ്ടായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹജ്ജ് ക്യാമ്പ് എല്ലാ നിലക്കും അതിൻ്റെ
എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു, എല്ലാവരും പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമേ. 22, 23 തീയതികളിലായി നടക്കുന്ന ക്യാമ്പിൽ 10,000-ത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഭക്ഷണവും താമസവും അടക്കം എല്ലാം സൗജന്യമാണ്. പൂക്കോട്ടൂരിലെ വിവിധ വീടുകളിലാണ് ഇവർക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഹജ്ജ് ക്യാമ്പിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങി പ്രമുഖ പണ്ഡിതർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് മുച്ചിരിയൻകാവിൽ ഉത്സവത്തിനിടെ പടക്കം പൊട്ടി 6 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് RDO നിർദ്ദേശം നൽകി. പുലർച്ചെ 4:30യോടെയാണ് അഴീക്കോട് മീൻകുന്ന് മുച്ചിരിയൻകാവിൽ ഉത്സവത്തിനിടെ അമിട്ട് പൊട്ടി അപകടമുണ്ടായത്. ബപ്പിരിയൻ തെയ്യത്തിന്റെ വരവറിയിച്ച് പടക്കം പൊട്ടിക്കുന്നതിനിടെ മുകളിൽ നിന്നും പൊട്ടേണ്ട അമിട്ട് താഴെ പതിച്ച് ആൾക്കൂട്ടത്തിനിടയിൽ വീണു പൊട്ടുകയായിരുന്നു. ഒരു കുട്ടിയുൾപ്പെടെ 6 പേർക്കാണ് പരിക്കേറ്റത്. തുടയെല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയിടാറുള്ള തെയ്യമാണ് ബപ്പിരിയൻ. തെങ്ങിൻ മുകളിൽ കയറുന്ന ഈ തെയ്യത്തെ കാണാൻ മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നത്. ആചാരപരമായി വെടിക്കെട്ട് നടത്തുന്ന ക്ഷേത്രമല്ല ഇത്. തദ്ദേശമായി നിർമ്മിച്ച പടക്കമാണ് പൊട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ RDOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ ഉത്സവം നിർത്തിവെച്ചു. ന്യൂസ് 18 കണ്ണൂർ. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്യുന്നതായി പരാതി. അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ സഹീദയ്ക്കെതിരെയാണ് പരാതിയുള്ളത്. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ജോലിയുള്ള ഡോക്ടർ സഫീൽ സഹീദയ്ക്ക് പകരം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലത്ത് സേവനം ചെയ്യുന്നുവെന്നാണ് യൂത്ത് ലീഗിന്റെ പരാതി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായ സഹീദയും ഭർത്താവായ ഡോക്ടർ സഫീലും ഒരുമിച്ചാണ് ആശുപത്രിയിൽ എത്താറുള്ളത്. എന്നാൽ രാത്രി 10 മണിക്ക് ശേഷം ഡോക്ടർ സഫീലാണ് അത്യാഹിത വിഭാഗം കൈകാര്യം ചെയ്യുന്നതെന്നാണ് പരാതി. ഇവർക്ക് 6 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്. രാത്രി വൈകിയാൽ അത്യാഹിത വിഭാഗത്തിന്റെ ചുമതല അവിടെ നിയമപ്രകാരം ഉത്തരവാദിത്തമില്ലാത്ത ഡോക്ടർ സഫീലാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ആരോപണം. ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്ത സംഭവം വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഇതിൻ്റെ ഒരു നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ DMOക്കും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കൊക്കെ യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ സഹീദ തന്നെയാണ് രാത്രി ചുമതല നോക്കാറുള്ളതെന്നാണ് താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കുഞ്ഞിനെ നോക്കേണ്ട സമയം മാത്രമാണ് ഡോക്ടർ സഫീൽ സഹായിക്കുന്നത്. ഇക്കാര്യത്തിൽ DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. എന്നാൽ അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് DMOയുടെ നിലപാട്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. ആവശ്യത്തിന് മരുന്നും ഡോക്ടർമാരും ഇവിടെയില്ല. ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. പൂർണ്ണമായും തോട്ടം തൊഴിലാളികളും കർഷകരും അധിവസിക്കുന്ന മേഖലയാണ് ഉടുമ്പൻചോല. സാധാരണക്കാരുടെ ഏക ആശ്രയമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയിട്ട് മാസങ്ങളായി. മുൻപ് 3 ഡോക്ടർമാർ വരെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത്. പല ദിവസങ്ങളിലും OP പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. തോട്ടം മേഖല ആയതിനാൽ രാവിലെ 2 ഡോക്ടർമാരുടെയും ഉച്ചയ്ക്ക് ശേഷം 1 ഡോക്ടറുടെയും സേവനം ലഭ്യമായിരുന്ന ആശുപത്രിയിലാണ് ഈ പ്രതിസന്ധി. ആവശ്യ മരുന്നുകൾ പോലും ഇല്ലാതായിട്ടും നാളുകളായി. ഇതോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വരുത്തിയിരുന്ന ഹോസ്പിറ്റലില് നമുക്കറിയാം 1 വർഷക്കാലമായി ഇവിടെ ഡോക്ടറുടെ സേവനം ഒരു ഡോക്ടറെ കൊണ്ട് ഒതുങ്ങിയ ഒരു സാഹചര്യമല്ലോ. ഞങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി ഞങ്ങൾ ഈ പ്രതിഷേധം ഞങ്ങൾ പലതവണ മാറ്റിവെച്ചതാണ്. ആശുപത്രിയിൽ റോട്ടറി ക്ലബ്ബ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റും ജീവനക്കാർ ഇല്ലാത്തതിനാൽ പ്രവർത്തിക്കുന്നില്ല. ഇക്കാര്യത്തിൽ പരിഹാരം ഉടൻ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ആകെയുള്ള 2 ഫാർമസിസ്റ്റുകളിൽ ഒരാൾ മെഡിക്കൽ ലീവിൽ പോയതോടെ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലുള്ള രോഗികൾ ദുരിതത്തിൽ. താൽക്കാലിക ഫാർമസിസ്റ്റിനെ നിയമിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ മുക്കം നഗരസഭയോ ആരോഗ്യവകുപ്പോ തയ്യാറാകുന്നില്ല. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ദിവസമെത്തുന്നത് ശരാശരി 600 രോഗികൾ. ഇവർക്കായി ആകെയുള്ളത് 2 ഫാർമസിസ്റ്റുകൾ. PSC നിയമിച്ച ഒരാളും NHRM വഴി നിയമിച്ച ഒരു താൽക്കാലിക ജീവനക്കാരിയും. അതിലൊരാൾ മെഡിക്കൽ അവധിയിലും. മരുന്നിനായി രോഗികൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഗതികേടാണ്. ഇവിടെ 2-3 മണിക്കൂറായി ക്യൂ നിൽക്കുന്നു. അമ്മയ്ക്കാണ് സുഖമില്ലാതെ അമ്മ അവിടെ കിടക്കണം. ഒന്നും മരുന്ന് കിട്ടുന്നില്ല.
പണ്ടൊക്കെ നല്ല ആസ്പത്രിയായിരുന്നു, ഇപ്പോൾ ആസ്പത്രിയൊക്കെ മോശമായി. എന്താ വെച്ചാൽ നല്ലൊരു മരുന്ന് എടുത്തു കൊടുക്കാനുള്ള പ്രാക്ടീസുള്ള ആൾക്കാരില്ല. ഡോക്ടറെ കാണിച്ചു ഇവിടെ എത്തിയിട്ടേ യാതൊരു ഭയങ്കര തിരക്കാണ്, ആളില്ല മരുന്ന് വാങ്ങാനേ. നിൽക്കാനിരിക്കേണ്ടത് അത്രയോ ആളെ വേക്കിലൊക്കെ കണ്ടില്ലേ. ഒരു ഫാർമസിസ്റ്റിന്റെ അവധി പ്രമാണിച്ച ഓമശ്ശേരി കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്നുള്ള ഒരു ഫാർമസിസ്റ്റിന് ആഴ്ചയിൽ 2 ദിവസത്തേക്ക് ഇവിടെ ചുമതല നൽകി. എന്നാൽ ഫാർമസി സ്റ്റോക്ക് എൻട്രി ഇവരുടെ ചുമതലയായതോടെ മരുന്ന് നൽകാൻ കുറഞ്ഞ സമയം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. രോഗികളുടെ പ്രയാസം പരിഹരിക്കാനായി സർക്കാരോ മുക്കം നഗരസഭയോ താൽക്കാലിക നിയമനത്തിന് തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. ദേശീയപാത നവീകരണത്തിനായി എടുത്ത കുഴിയിൽ വീണ് സ്വിഗ്ഗി തൊഴിലാളി രഞ്ജിത്ത് മരിച്ച സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയെ പ്രതി ചേർത്തു. അപകടത്തിനിടയാക്കിയ സാഹചര്യം സൃഷ്ടിച്ചതിൽ അതോറിറ്റിക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കരാർ കമ്പനിയുടെ പ്രോജക്ട് മാനേജർ, സേഫ്റ്റി മാനേജർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. പ്രാഥമിക അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയെങ്കിലും ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിരുന്നില്ല. ഇതിനെതിരെ രഞ്ജിത്തിന് കുടുംബം പരാതി നൽകിയതോടെയാണ് ഉദ്യോഗസ്ഥരടക്കം പ്രതി ചേർത്തത്. ഫെബ്രുവരി 2 പുലർച്ചെ 1 മണിയോടെയാണ് തൊണ്ടയാട് മലാപ്പറമ്പ് റോഡിലെ പനാത്തുതാഴം നേതാജി ജംഗ്ഷനിലെ വലിയ വെള്ളക്കുഴിയിൽ വീണ് രഞ്ജിത്ത് മരിച്ചത്. ഓൺലൈൻ ഫുഡ് ഡെലിവറി കഴിഞ്ഞ് മടങ്ങും വഴിയായിരുന്നു അപകടം. സ്ഥലത്ത് കുഴിയുണ്ടെന്നറിയിക്കാൻ സൂചനാ ബോർഡോ അപകടം ഒഴിവാക്കാൻ ബാരിക്കേഡോ സ്ഥാപിച്ചിരുന്നില്ല. കുഴിക്കരികിൽ നാട് കെട്ടുകയും ഫൈബർ ബാരിക്കേഡ് വയ്ക്കുകയുമാണ് ചെയ്തത്. തെരുവ് വിളക്കില്ലാത്തതിനാൽ വെളിച്ചക്കുറവും തിരിച്ചടിയായി. ഇക്കാര്യങ്ങളിലടക്കം ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കും വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം വർക്കലയിൽ അപകടാവസ്ഥയിലായ ജലസംഭരണി നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. വെട്ടൂർ പഞ്ചായത്തിലെ 6ാം വാർഡിലെ സംഭരണിയാണ് കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കുന്നത്. വർക്കല വെട്ടൂർ SN ലക്ഷം വീട് കോളനി ശുദ്ധജല വിതരണ പദ്ധതിയുടെ ജലസംഭരണിയാണിത്. കാലപ്പഴക്കം മൂലം ചോർന്നൊലിക്കുകയാണ്. 2001 സ്ഥാപിച്ചതാണ്. 58,000 ലിറ്ററാണ് സംഭരണശേഷി. കുറച്ചുനാളായി ജലസംഭരണിക്ക് സമീപമുള്ള കുടുംബങ്ങൾ ഭീതിയിലാണ്. സംഭരണിയുടെ വശങ്ങൾ പൊട്ടിച്ചോരുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റി ഈ ജലസംഭരണിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നത്. അറ്റകുറ്റപ്പണി നടത്തണമെന്ന നിരന്തരമായ ആവശ്യം അവഗണിക്കപ്പെടുന്നതായി കുടുംബങ്ങൾ പറയുന്നു. ന്യൂസ് 18 വർക്കല. പട്ടാമ്പിയിൽ പുതിയ പാലം വരുന്നു. പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി പാലം പുനർനിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ പൈലിംഗ് തുടങ്ങി. വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പാലം 3 വട്ടം മുങ്ങിയിരുന്നു. ഇത് പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമായി. ഇതോടെയാണ് പുതിയ പാലമെന്ന ആവശ്യം ശക്തമായത്. 2 വർഷത്തിനുള്ളിൽ പാലം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. നമ്മുടെ പട്ടാമ്പിയുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള പട്ടാമ്പിയിലെ പുതിയ പാലം, അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് തുടക്കം എന്നുള്ള ടെസ്റ്റ് പൈല് ഇന്ന് അതിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 52,58 ലക്ഷം രൂപയ്ക്കാണ് പാലം നിർമ്മിക്കുന്നത്. ഭാരതപ്പുഴയിലുണ്ടായ വെള്ളപ്പൊക്കവും സമീപത്തെ റെയിൽവേ ലൈനുമൊക്കെ കാരണം ഡിസൈനിൽ നിരവധി തവണ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. 50 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. പട്ടാമ്പി കമാനം പരിസരത്തും ഞാങ്ങാട്ടിരി പഴയ കടത്ത് ഭാഗത്തു നിന്നുമായി 43 പേരിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് തിരുമിറ്റക്കോട് വട്ടോളിക്കാവിൽ പൂരം ആഘോഷിച്ചു. ദേവസ്വം പൂരത്തിന് ശേഷം വിവിധ ഉപ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ഘോഷയാത്ര നടത്തിയത്. രാത്രി തായമ്പക, മേളം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. പഞ്ചാരി മേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് ഒരു കൂട്ടം വനിതകൾ. മുതുമല പഞ്ചായത്ത് വനിതാ ടീം അംഗങ്ങളാണ് പഞ്ചാരി മേളത്തിൽ കൊട്ടിക്കയറിയത്. മുതുമല അയ്യപ്പൻകാവിൽ നടന്ന ശ്രീലയം ടീമിലെ 12 അംഗങ്ങളുടെ അരങ്ങേറ്റം ആവേശമായി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ
ഉത്സവ പറമ്പുകളിലേക്കും സാംസ്കാരിക ഇടങ്ങളിലേക്കും സജീവമാകാൻ തയ്യാറെടുക്കുകയാണ് മുതുതലയിലെ പെൺപട. പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറി നാടിന്റെ കയ്യടി നേടുകയാണിവർ. മുതുതല പഞ്ചായത്ത് വനിതാ ടീം ശ്രീലയത്തിലെ അംഗങ്ങളാണ് പഞ്ചാരിമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. മുതുതല അയ്യപ്പൻകാവിൽ നടന്ന വനിതകളുടെ പഞ്ചാരിമേളം ആസ്വദിക്കാൻ നാട് ഒന്നാകെ എത്തി. ഉത്സവ പറമ്പുകളിൽ വാദ്യമേളങ്ങൾ ആസ്വദിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ഈ വീട്ടമ്മമാർ. കുട്ടിക്കാലത്ത് നമ്മൾ കുറെ ചെണ്ടകൊട്ടിലൊക്കെ കാണലും കേക്കളൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇത് തൊടാനും ഇത് കൊട്ടാനൊക്കെ കഴിഞ്ഞതിൽ തന്നെ അല്ല പഠനമൊക്കെ അതിന് മാഷ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ അതിന് ശേഷം പാഠങ്ങൾ ഗ്രൂപ്പിലിട്ട് തരും. മൊബൈൽ വഴി ഞങ്ങൾ വീണ്ടും അത് പഠിക്കും. ഒരാഴ്ച ഒന്നിച്ച് പഠിക്കും. വീണ്ടും മാഷ് വരും, പുതിയൊരെണ്ണം എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചുണ്ടാക്കിയത്. പഞ്ചാരിമേളം വേഗത്തിൽ അഭ്യസിക്കാൻ ഇവർക്ക് കഴിഞ്ഞതായി ഗുരുവും സാക്ഷ്യപ്പെടുത്തുന്നു. 6 മാസമായിരുന്നു പരിശീലനം. ഏതാണ്ട് 6 മാസത്തിന്റെ ഉള്ളിലാണ് ഞങ്ങൾ അത്ര സമയം എടുത്തിട്ടുള്ളൂ. കുറച്ച് സമയം കൊണ്ട് തന്നെ അവരെ വേദിയിൽ എത്തിക്കുക എന്നുള്ളൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കും. അവരത് ചെറിയ കുട്ടികളെ പോലെ തന്നെ അനുസരിച്ച് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ് തന്നെയാണ് അതിൻ്റെ വിജയം. അതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും തന്നെയാണ് ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. എല്ലാവരുടെയും പങ്കാളിത്തം, ഈ നാട്ടുകാരുടെയും ജനങ്ങളിലേക്ക് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് തന്നെയാണ്. ജനപ്രതിനിധികളും പഞ്ചായത്തിലെ ജീവനക്കാരും ഇക്കൂട്ടത്തിലുണ്ട്. പരിശീലനം തുടർന്ന് വാദ്യകലാരംഗത്ത് മുതുതലയുടെ വേറിട്ട കയ്യൊപ്പ് ചാർത്താൻ ഒരുങ്ങുകയാണ് ശ്രീലയം വനിതാ കൂട്ടായ്മ. ന്യൂസ് 18 പട്ടാമ്പി. പതിറ്റാണ്ടുകളായി തരിശുകിടന്ന പുഞ്ചപ്പാടത്ത് മികച്ച വിളവുമായി തലവടി വാടയ്ക്കകം പാടശേഖര സമിതി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ കൊയ്ത്തുത്സവവും ഇവിടെയായിരുന്നു. പതിറ്റാണ്ടുകളായി തരിശുകിടന്ന പുഞ്ചപ്പാടത്ത് കഴിഞ്ഞ സീസണിലും നെല്ല് വിളയിക്കാൻ ശ്രമിച്ചതാണ് ബിജു ഡേവിഡും സംഘവും. പക്ഷേ കാലാവസ്ഥ തിരിച്ചടിയായി. വിളവെടുപ്പിന് മുൻപേ കൃഷി നശിച്ചു. എന്നാൽ ബിജു ഡേവിഡും സംഘവും തോൽവിയിലും പതറാത്ത കർഷക മനസ്സോടെ വീണ്ടും കൃഷി ഇറക്കി. ഇക്കുറി മികച്ച വിളവും നേടി. തലവടി പഞ്ചായത്ത് 6-ാം വാർഡിൽ 22 ഏക്കർ വരുന്ന തലവടി വാടയ്ക്കകം പാടശേഖരത്തിലാണ് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിശ്ചയദാർഢ്യം പൊന്നുവിളയിച്ചത്. വിളവുകാലം കുറവുള്ള മനുരത്നം വിത്താണ് വിതച്ചത്. തരിശുനിലത്തെ നെൽകൃഷിയുടെ വിളവെടുപ്പുത്സവം തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് റഫീൻ, കൃഷി ഓഫീസർ ഗായത്രി PS, കർഷകർ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ വിളവെടുപ്പുത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഹരിപ്പാട്. പരിചിതമല്ലാത്ത ടൂറിസം കേന്ദ്രങ്ങളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാകും. ജില്ലയിൽ ഈ വർഷം ജലാശയ അപകടങ്ങളിൽ മരിച്ചത് 3 പേരാണ്. ഇടുക്കിയിൽ മാത്രം ഒരു വർഷം ശരാശരി 40-ലധികം പേർ മുങ്ങി മരിക്കുന്നുവെന്നാണ് കണക്ക്. ഈ വർഷം ഇതുവരെ ഇടുക്കിയിലെ ജലാശയങ്ങളിൽ ജീവൻ നഷ്ടമായത് 3 പേർക്കാണ്. ഉല്ലാസയാത്രയ്ക്കെത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. പടുതാക്കുളങ്ങൾ, പുഴകൾ, ഡാമുകൾ എന്നിവയിൽ അകപ്പെട്ടാണ് കൂടുതൽ അപകടങ്ങളും. തിങ്കളാഴ്ച രാജകുമാരി പഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസ്, സുഹൃത്ത് ബിജു എന്നിവർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചതാണ് ഒടുവിലത്തേത്. ഇടുക്കി ജില്ലയിലെ മുങ്ങിമരണം, ഡാമുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലുള്ള മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിയമപ്രകാരം ഇത് മുന്നറിയിപ്പ് കൊടുത്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകി ഇത് തടയേണ്ടത് അർജന്റ് കേസാണ്. വളരെ അത്യാവശ്യ കേസുകളാണ്. ഈ മുന്നറിയിപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നറിയിപ്പ് വെക്കുകയും ആളുകളെ ഡാമിലോ അല്ലെങ്കിൽ നീർച്ചാലുകളിൽ ഇറങ്ങാതെ രീതിയിലുള്ള സുരക്ഷിതമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ജില്ലാ ഭരണാധികാരികളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഒരാഴ്ച മുൻപ് കുഞ്ചിത്തണ്ണിയിൽ മുതിരപ്പുഴയാറിൽ കുളിക്കാനിറങ്ങിയ കൊരങ്ങാട്ടി സ്വദേശി രാജേന്ദ്രൻ മുങ്ങി മരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 21-നാണ് മുട്ടത്ത് 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത്. അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുന്നതോടൊപ്പം അശ്രദ്ധയും മരണങ്ങൾക്ക് കാരണമാകുന്നു. കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ അടക്കം സ്ഥാപിക്കാത്തതും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്തെ പോലീസ് ക്വാർട്ടേഴ്സ് ഉപയോഗശൂന്യമായി. മുൻപ് ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് കൃത്യമായ നവീകരണം അടക്കം ഇല്ലാതായതോടുകൂടിയാണ് കാട് കയറി നശിച്ചത്.
കോതമംഗലത്ത് 4 ഏക്കറോളം സ്ഥലത്താണ് പോലീസ് ക്വാർട്ടേഴ്സുകൾ. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണിവ. മുൻപ് ഉദ്യോഗസ്ഥർ കുടുംബമായി ഇവിടെ താമസിച്ചിരുന്നു. കൃത്യമായ നവീകരണം ഇല്ലാതായതോടെ കെട്ടിടങ്ങൾ പലതും കാട് കയറി ഉപയോഗിക്കാനാകാതെയായി. ഈ നിലവിലെ പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വളരെയേറെ സൗകര്യപ്രദമായി അവിടെ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുവാനും അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സ് പണിയുവാനും സാധിക്കും. പണ്ട് ഈ പ്രദേശത്ത് SIയും CIയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം താമസിച്ചിരുന്നതാണ്. എന്നാൽ നിലവിൽ അത് കാട് കയറി ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഇഴജന്തുക്കളുടെയും ലഹരി മാഫിയയുടെയും വിഹാരരംഗമായി ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. അതിനൊരു പരിഹാരമായിട്ടാണ് പുതിയ പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് മാറ്റണമെന്നും അതോടൊപ്പം തന്നെ പോലീസ് ക്വാർട്ടേഴ്സും ഇങ്ങോട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ പോലീസ് ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള പ്രദേശവാസികളെല്ലാം വളരെയേറെ ഭീതിയോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മുൻപ് ഇവിടെ താമസിച്ചിരുന്നവരെല്ലാം ഇപ്പോൾ വാടക കെട്ടിടങ്ങളിലാണ് താമസം. കെട്ടിടം കാട് കയറിയതോടെ ഇഴജന്തുക്കളും ലഹരി മാഫിയയും തമ്പടിച്ചു തുടങ്ങി. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഒഴിഞ്ഞ് കാട് കയറിയ കെട്ടിടങ്ങൾ ജനങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ട്. കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 കോതമംഗലം. കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്ത് ചാക്കിൽ കെട്ടിയ മാലിന്യം തള്ളി. നെടുങ്കണ്ടത്തിന് സമീപം കൈലാസപ്പാറ മുതൽ പാറത്തോട് വരെയുള്ള ഭാഗങ്ങളിലാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത്. റോഡിന്റെ ഇരുവശത്തുമായി 100-ലധികം ചാക്കുകളിലായാണ് മാലിന്യം തള്ളിയത്. പ്ലാസ്റ്റിക് കുപ്പികൾ, തുണി, പേപ്പർ തുടങ്ങിയ മാലിന്യങ്ങളാണ് നിരവധി ചാക്കുകളിലായി റോഡരികിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം 2 കിലോമീറ്ററിലധികം വരുന്ന ദൂരത്തിൽ പല ഭാഗങ്ങളിലായി ചാക്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവ തരംതിരിച്ച് വ്യത്യസ്ത ചാക്കുകളിലാക്കിയാണ് റോഡരികിൽ തള്ളിയത്. വാഹനത്തിലെത്തിച്ച മാലിന്യം പാതയോരത്ത് ഉപേക്ഷിച്ചതാവാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൈലാസപ്പാറ മുതൽ പാറത്തോട് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പഴംതുണികൾ അടങ്ങിയ ചാക്ക്, ഫുഡിന്റെ വേസ്റ്റ് അടക്കം ഏതോ വണ്ടിയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. തൊഴിലാളികൾ പണിയാൻ പോകുമ്പോൾ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഇത് വാഹനത്തിൽ കൊണ്ടിട്ടതാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിൽ ഇവിടെ എത്തി കൊണ്ടിട്ടതാണോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ച് അധികാരികൾ അതിന് നടപടിയെടുത്തില്ല എങ്കിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നതിനാൽ ആളുകൾക്ക് സഞ്ചാരത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ചില മാലിന്യ ചാക്കുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങളുമുണ്ട്. റോഡരികിൽ മാലിന്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും ഇവ നീക്കം ചെയ്യാനോ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്താനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. പകൽ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതോടെ സർക്കാരിനെതിരെ കോൺഗ്രസ് ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു. കോട്ടപ്പടി, കുട്ടമ്പുഴ, കവളങ്ങാട്, കീരമ്പാറ, പിണ്ടിമന തുടങ്ങിയ വനാതിർത്തികൾ പങ്കിടുന്ന പഞ്ചായത്തുകളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വന്യമൃഗശല്യം രൂക്ഷമാണ്. വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇവയുടെ ആക്രമണത്തിനിടയാകുന്ന മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്. പകലുപോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് വനമേഖലയിലുള്ളവർ നേരിടുന്നത്. ഇക്കാര്യത്തിൽ ആരും സഹായത്തിന് വന്നില്ലെന്നും ഭയന്നു വിറച്ചാണ് ഇവിടെ കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. പുലിയുണ്ട്, ആന, ഈ ചെന്നായി എന്ന് പറഞ്ഞ കുറുക്കൻ, പട്ടിക്കടുവ, ഇങ്ങനെയുള്ള എല്ലാ ഇതുണ്ട്. പന്നി. ഒരു കൃഷി ഞങ്ങൾക്ക് ചെയ്യാനും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കൊച്ചു പിള്ളേർ, സ്കൂളിൽ പോകുന്ന പിള്ളേരാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിർവാഹം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം അതെല്ലാം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് ഒരു പാർട്ടിക്കാരെ എല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നല്ലാണ്ട് ആരും ഞങ്ങൾക്കൊന്നും ചെയ്തു തരുന്നില്ല. അപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് ഒന്ന് സഹായിച്ച് എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ജനസംരക്ഷണ യാത്ര നടത്തി. ഈ പ്ലാമുടി കവലയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഈ കോതമംഗലം നിയോജക മണ്ഡലത്തെ ആകെ, ഈ മേഖലയിൽ അധിവസിക്കുന്ന കർഷക സമൂഹത്തെ ആകെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുന്ന വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ കടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇനി എന്തു ചെയ്യും എന്നുള്ളതാണ്. പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഈ മണ്ണിൽ കനകം വിളയിച്ച് ഈ നാടിനെ സ്വർഗ സമാനമാക്കി മാറ്റി എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിന്റെ പരിപൂർണമായ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതി അത് ഏറ്റവും നിർണായകമായ ഗതിവേഗം കൈവരിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചു വരുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കർഷക സമൂഹം
ഈ വിധത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുമ്പോൾ തങ്ങളുടെ വസ്തുവകകൾ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്നും സർക്കാരും സർക്കാരിന്റെ സംവിധാനങ്ങളുമെല്ലാം വഴിമാറി നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്നിടത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസുമാണ് ജനസംരക്ഷണ യാത്ര നയിക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. ബംഗളൂരുവിൽ ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്കായി കൈകോർത്തൊരു നാട്. തിരുവമ്പാടി തൊണ്ടിമൽ സ്വദേശി ഹിതുൽ കൃഷ്ണയുടെ ചികിത്സയ്ക്കായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് ധനശേഖരണം നടത്തിയത്. ഓൾ ഫ്രണ്ട്സ് തൊട്ടിമ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ചലഞ്ചിൽ 100 രൂപ വിലയുള്ള 3000-ലേറെ ബിരിയാണികളാണ് വിറ്റഴിച്ചത്. ഫെബ്രുവരി 2-ന് ബാംഗ്ലൂരിൽ വെച്ച് നായ കുറുകെ ചാടിയാണ് ഹിതുൽ കൃഷ്ണയ്ക്ക് പരിക്കേറ്റത്. തലക്കേറ്റ പരിക്ക് ഗുരുതരമായതോടെ ഇപ്പോഴും അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് വിദ്യാർത്ഥി. അപകടത്തിന് ശേഷം കർണാടകയിലെ മണിപ്പാൽ ഹോസ്പിറ്റലും ഇപ്പോൾ മുക്കത്തെ സ്വകാര്യ ഹോസ്പിറ്റലുമാണ് ചികിത്സ. നിലവിൽ 11 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് ചെലവായി. നിർധന കുടുംബത്തിന് ചികിത്സയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതോടെയാണ് ഓൾ ഫ്രണ്ട്സ് തൊണ്ടിമലിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ ഒരു കുടുംബാംഗമായിട്ടുള്ള ഹിതുൽ കൃഷ്ണ എന്ന വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വെച്ചിട്ടുണ്ടായ അപകടത്തിൽ പരിക്കുപറ്റുകയും അത് വെന്റിലേറ്ററിലുമായിരുന്നു. തുടർന്ന് അത് മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്നും റെഫർ ചെയ്ത് ഇപ്പോൾ KMCT ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഭീമമായ തുക ഈ ആവശ്യത്തിലേക്കായിട്ട് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇതിനകം തന്നെ 11 ലക്ഷത്തോളം രൂപ ചിലവായി കഴിഞ്ഞു. ഇനിയും അബോധാവസ്ഥയിലുള്ള ആ കുട്ടിയുടെ LLBക്ക് പഠിക്കുന്ന കുട്ടിയുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചലഞ്ചിൽ 100 രൂപ വിലയുള്ള 3000-ലേറെ ബിരിയാണികൾ വിറ്റഴിക്കാനായി. തൊണ്ടിമ്മൽ പ്രദേശത്തെ സാംസ്കാരിക സംഘടനകൾ, കുടുംബശ്രീ, എന്റെ മുക്കം തുടങ്ങിയ നിരവധി സംഘടനകളുടെ സഹകരണത്തോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് 18 മുക്കം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.